ഹായ്. ഇപ്പോൾ സിംപ്ലി സൗത്തിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഫാൻറ്റസി കോമഡി ഡ്രാമ സിനിമയായിരുന്നു റോക്കറ്റ് ഡ്രൈവർ എന്നുള്ള സിനിമ. അത്യാവശ്യം ഒരു ടൈം ട്രാവൽ ആശയമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രത്തിലെ ഒരു കുട്ടി കഥാപാത്രം, ആ ഒരു കഥാപാത്രം 1948 നിന്നുകൊണ്ട് 2023 ടൈം ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അത് എന്താണ്, ആരാണ്, എന്തിനു വേണ്ടിയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ആ ടൈം ട്രാവൽ ചെയ്തു വരുന്ന ആ ഒരു ക്യാരക്ടറിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തന്നെ ഇങ്ങനെ അന്തിച്ചു പോകും, അയ്യോ ഇദ്ദേഹമോ എന്ന് നിങ്ങൾ ചോദിച്ചു പോകും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. സർപ്രൈസ് കളയുന്നില്ല. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റോറി എന്നുള്ളത് അത്യാവശ്യം ഒരു യുണീക്ക് ഫീല് നൽകും എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് സിനിമ അല്ലല്ലോ എന്നുള്ള ഒരു ഫീല് ശരിക്കും ഈ ഒരു സിനിമയുടെ കഥ തരുന്നുണ്ടായിരുന്നു. അതിലും ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നതെന്നുള്ളത് ഈ ഒരു കഥാപാത്രം ഈ 2023 എത്തും, ഫ്യൂച്ചറിലേക്ക് എത്തും. ശേഷം എങ്ങനെ തിരിച്ചു പോകണമെന്നറിയില്ല. ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കഥയ്ക്കുള്ളിൽ എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. കൂടാതെ ചിത്രത്തിലെ പ്രകടനങ്ങളും മികച്ചതായി നിന്നിട്ടുള്ള ഒരു ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ആ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന നാഗ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ ആ ഒരു ആൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നായകനായിട്ട് എത്തുന്നത് വിശുദ്ധാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ച രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ശാസ്ത്രി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. സിനിമ ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് ആ ഒരു കഥാപാത്രവും. നല്ല രസമായിരുന്നു ആ ഒരു ആർട്ടിസ്റ്റ് പ്രകടനവും. കാത്താടി രാമമൂർത്തിയാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഹീറോയിനായിട്ട് സുനൈനയാണ് എത്തുന്നത്. വളരെ ഡെപ്തുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ പ്രകടനങ്ങൾ വന്ന ഇടങ്ങളിലൊക്കെ തന്നെ മികച്ച രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും ഇതൊരു ടൈം ട്രാവൽ സിനിമയാണെങ്കിലും വലിയ ബഡ്ജറ്റ് ഫിലിമൊന്നുമല്ല, അല്ലെങ്കിൽ വലിയ കൊമേഴ്ഷ്യൽ ഫിലിമൊന്നുമല്ല, ഒരു ചെറിയൊരു സിനിമ തന്നെയാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത സിനിമാറ്റോഗ്രഫി വർക്ക്, മ്യൂസിക് വർക്ക് ഒക്കെ തന്നെ ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴേ സിനിമ ഒരു വലിയ സംഭവമാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്നുള്ളത് സിനിമയുടെ സ്റ്റോറി അത്യാവശ്യം ഒരു പുതുമ ഒരു സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും തിരക്കഥയിലൂടെ അത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും ലാഗെന്നുള്ളൊരു കാര്യം സമ്മാനിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടക്കമൊക്കെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം സിനിമ കഥ വലിയ രീതിയിൽ മൂവ് ആകാത്തൊരു ഫീലിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിനിമ വലിയ രീതിയിൽ മൂവ് ആകുന്നില്ലല്ലോ, കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീല് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് സ്ക്രീൻ പ്ലേ പലയിടങ്ങളിലും വളരെ വീക്കായിട്ടാണ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇത്തരത്തിലുള്ള ചെറിയ കഥകൾ എപ്പോഴും മികച്ചതാകുന്നത് തിരക്കഥാകൃത്ത് മികച്ച രീതിയിൽ അത് തിരക്കഥയിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ്. ഇവിടെ ആ ഒരു മാജിക് എന്നുള്ളത് പലയിടങ്ങളിലും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്കിലും സിനിമയുടെ തുടക്കം കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സ് എന്നുള്ളതും അത്യാവശ്യം ഇംപ്രസീവായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നുള്ളതുകൊണ്ട് മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഒന്ന് കാണാം എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഒരു ടൈം ട്രാവൽ സിനിമ എന്നാൽ വേറെ ലെവൽ സംഭവമായിരിക്കും എന്നോർത്ത് പോകേണ്ട സിനിമയല്ല, മറിച്ച് ഒരു കൊച്ചു തമിഴ് സിനിമ ഓക്കെ എന്നുള്ള രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് ഫീൽ നൽകുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/5. യാതൊരു വിധത്തിലുള്ള അഡൽട്ട് കണ്ടന്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കുടുംബവും കുട്ടികളെ വരെ ഇരുത്തി കാണിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലിം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് പറയാനുള്ളത്. എനിക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് പോർഷൻസിലൊക്കെ വളരെ ലാഗായിട്ട് തോന്നി. സിനിമ വലിയ മൂവ് ആകാത്ത പോലെയും അല്ലെങ്കിൽ റൈറ്റിംഗ് ഇംപ്രസീവ് ആകാത്ത പോലെ ഒക്കെ തോന്നിയെങ്കിലും ഈ തുടക്കമൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം ഇമോഷണലി പ്രേക്ഷകരെ കണക്ട് ആക്കുന്ന പോലെയും നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കണക്ട് ആക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലും സിനിമ നൽകുന്നുണ്ട്. സോ മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.